യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 10ാം ക്ലാസ് ഒക്കെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യമാണ്, എപ്പോഴാണ് സാറേ പക്കാ ഫിസിക്സ് ആരംഭിക്കുന്നത്? മക്കളെ, ഇതാ നമ്മൾ പക്കാ ഫിസിക്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെ കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിതാ അത്തരം ചോദ്യങ്ങളെ ക്രാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള മരുന്നാണ് ഈ പറയുന്ന പക്കാ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും എന്താണ് പക്കാ ഫിസിക്സ് എന്ന് അറിയാത്ത കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും ഷോർട്ടായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. 10ാം ക്ലാസ് ഫിസിക്സ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും പേടി ഉളവാക്കുന്ന കാര്യമാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, കണക്കുകൾ. എത്ര തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടും നമുക്കൊരു ചോദ്യം, പുതിയൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആകെ പതറിപ്പോവാറുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കാത്തൊരവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഏത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എങ്ങനെ യൂണിറ്റ് കൺവേർഷൻ ചെയ്യാൻ സാധിക്കും, എത്ര തന്നെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ശരിയായ ഉത്തരത്തിലോട്ട് വരുന്നില്ല, കൺസെപ്റ്റുകൾ തിരിയുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് പക്കാ ഫിസിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സീരീസ്. ഈ ക്വസ്റ്റ്യൻ സീരീസിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും. രണ്ടും നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അടിപൊളിയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പക്കാ ഫിസിക്സിലൂടെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഓവർകം ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എപ്പിസോഡ് നമ്പർ 1 റെഡി? എല്ലാവരും തയ്യാറല്ലടാ മക്കളെ? സോ ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം മക്കളെ. 2023 ഫസ്റ്റ് ടെർമിനലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യമാണ്. ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടെർമിനൽ എക്സാം മീൻസ് ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ലളിതമായി തോന്നും. ഒന്ന് വായിച്ചു കൊടുക്കും, വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പലർക്കും തോന്നാം. പക്ഷെ എൻ്റെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വർഷത്തെ ഓണപ്പരീക്ഷാ ചോദ്യ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെറ്റിച്ച ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. തെറ്റുത്തരം എഴുതിയ ചോദ്യമാണ് കാണുന്നത്. ലളിതമായ ചോദ്യമാണെന്ന് കരുതി പലരും നിസ്സാരമായി ഈ 2 മാർക്ക് പാഴാക്കിയ ചോദ്യം. എവിടെയാണ് പ്രശ്നം പറ്റുന്നത്, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന കാര്യം നമുക്ക് നോക്കാം. ഇനി ഏത് ചോദ്യം, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും മനസ്സിരുത്തി 2 തവണ ചോദ്യം വായിക്കുക. എത്ര സമയമില്ലാത്ത അവസ്ഥയാണെങ്കിലും 2 തവണ ചോദ്യം വായിച്ചിട്ട് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റർ. 2 ഓം പ്രതിരോധത്തിലൂടെയുള്ള കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി കണ്ടുപിടിക്കുക. 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. നമുക്കൊരു സർക്യൂട്ട് നൽകിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. സർക്യൂട്ടിനകത്ത് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 2 ഓം റെസിസ്റ്റർ ഉണ്ട്, 4 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 3 വോൾട്ടാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ മക്കളെ, ഒരു തരി സംശയമില്ലാതെ. റൈറ്റ്. ഇനി എന്താണ് പരിപാടി, എങ്ങനെ ഈ ചോദ്യം ചെയ്യാം? ആദ്യം നിങ്ങൾ ഏവരും ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരവുണ്ട്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അത് ഞാനൊന്ന് എഴുതി തരാം. സാർ, ഇവിടെ ചോദിച്ചിരിക്കുന്ന കറണ്ട് അല്ലേ? നമുക്ക് ഓംസ് ലോ പ്രകാരം ഇക്വേഷൻ അറിയാം, I = V/R. വോൾട്ടേജ് നമുക്ക് 3 അറിയാം. 2 ഓം പ്രതിരോധത്തിലൂടെയുള്ള കറണ്ട് ആയത് കാരണം 3/2. സോ ആൻസർ 1.5 ആംപിയർ. ഇതല്ലേ സാറേ ശരിയായ ഉത്തരം? ഇതല്ലേ ശരിയായ ഉത്തരം എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വന്ന ഉത്തരം എന്ന് പറയും. ശരിയല്ലടാ? ഇങ്ങനെ ആയിരിക്കും നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് തെറ്റായ ഉത്തരമാണ്. 1.5 ആംപിയർ അല്ല ശരിയായ ഉത്തരം. ദിസ് ഈസ് എ റോങ് ആൻസർ. എന്തുകൊണ്ട് ഇത് തെറ്റ് എന്നല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുക? തീർച്ചയായും ഈ ഉത്തരം തന്നെയാണ് പല കുട്ടികളും എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ 2 മാർക്ക് നഷ്ടപ്പെട്ടത്. ഇനി ഇതിൻ്റെ ശരിയായ ഉത്തരത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ സർക്യൂട്ടിനകത്ത് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പ്രതിരോധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്? യെസ്, ദേ ആർ കമ്പൈൻഡ് ഇൻ എ സീരീസ് മോഡ്. ശരിയല്ലേ? ശ്രേണി രൂപത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സീരീസ് മോഡാണെങ്കിൽ നമുക്കറിയാം കറണ്ട് എന്താണ്? കറണ്ട് സെയിം ആണ്. വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അതായത് 2 റെസിസ്റ്റേഴ്സിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ് മക്കളെ? തുല്യമായിരിക്കും. എന്നാൽ 2 റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയ വോൾട്ടേജ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ആപ്പിനകത്ത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ വിശദമായി തന്നെ പറഞ്ഞു തന്ന കാര്യമാണ്. സോ കറണ്ട് ഇവിടെ തുല്യമായിരിക്കും, സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അഥവാ
2 ഓമിലൂടെയും അതുപോലെ തന്നെ 4 ഓമിലൂടെയും ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടിലൂടെയും സെയിം കറണ്ട് ആണ് ഒഴുകുക, രണ്ടിലൂടെയും തുല്യമായ വൈദ്യുതിയാണ് പ്രവഹിക്കുക. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഇനി അതേ ഫോർമുല തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അഥവാ കറണ്ട് I = V/R. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ 2 ഓം എഴുതി വെക്കരുത്, മറിച്ച് നമ്മളിവിടെ എന്താണ് എഴുതി വെക്കേണ്ടത്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ, ശ്രേണി രീതിയാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക. 2 + 4 that is 6 ഓം. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം ആണ്. 6 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. കാരണം രണ്ടിലൂടെയുമുള്ള കറണ്ട് തുല്യമാണ്. സോ ആ സാഹചര്യത്തിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എഴുതേണ്ടത് റെസിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. എങ്കിൽ നമുക്ക് എഴുതാം മക്കളെ, I = വോൾട്ടേജ് എത്രയാണ്? 3. റെസിസ്റ്റൻസ് എത്രയാണ്? 6. 3/6 എന്ന് വെച്ചാൽ 1/2 = 0.5. സോ കറണ്ട് അഥവാ I = എത്ര കിട്ടി? 0.5 ആംപിയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇത് എഴുതാൻ നിങ്ങൾക്കറിയണം, എങ്കിലേ 2 മാർക്ക് നിങ്ങളുടെ കൈവെള്ളയിൽ ഇരിക്കത്തുള്ളൂ. സോ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 2 ഓം പ്രതിരോധത്തിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലും ഇവിടെ 2 പ്രതിരോധങ്ങളും സീരീസ് കണക്ഷനിലാണ്, ശ്രേണി രൂപത്തിലാണുള്ളത്. അതിനാൽ തന്നെ രണ്ടിലൂടെയുമുള്ള കറണ്ട് തുല്യമാണ്. സോ ആ സാഹചര്യത്തിൽ ഓംസ് ലോയിൽ നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് Rന് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അഥവാ രണ്ടിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 2 + 4 അഥവാ 6 ഓം ആയിരിക്കും. അതെടുത്ത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ശരിയായ ഉത്തരം കിട്ടത്തുള്ളൂ. 0.5 ആംപിയർ നമുക്ക് കിട്ടത്തുള്ളൂ. വ്യക്തമായി കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇതിന് സമാനമായ മറ്റൊരു ചോദ്യം ഇപ്പം നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം, സാറേ ഇവിടെ സീരീസ് ആയതുകൊണ്ട് ഇങ്ങനെ, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ, സമാന്തരമായിട്ടാണ് ഘടിപ്പിച്ചതെങ്കിലോ, ശ്രേണിക്ക് പകരം സമാന്തരമായിട്ടാണ് റെസിസ്റ്റേഴ്സ് ഘടിപ്പിച്ചതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്നായിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അതെനിക്കറിയാം, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന കാര്യം എനിക്കറിയാം. സോ അത്തരം ഒരു ചോദ്യമാണ് അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ശ്രദ്ധിക്കുക. അനലൈസ് ദ ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അടിപൊളി ചോദ്യമാണ്, ക്ലിഞ്ചൻ ചോദ്യമാണെന്ന് എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു ക്ലിഞ്ചൻ ചോദ്യം തന്നെയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. നോക്കണം, ഇവിടെ 2 പ്രതിരോധങ്ങളുണ്ട്, 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ്. ഏതൊക്കെയാണ്? 3 ഓമും 6 ഓമും. AB എന്ന് കൊടുത്തു. 3 ഓം എന്ന് പറഞ്ഞാൽ A ആണ്, 6 ഓം എന്ന് പറഞ്ഞാൽ B ആണ്. അടുത്തത് 12 വോൾട്ട് ആണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. സപ്ലൈ വോൾട്ടേജ് എത്രയാണ് മക്കളെ? 12 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതും മനസ്സിൽ ഉറപ്പിക്കുക. ഒരു സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഒരു അമ്മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മീറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ കറണ്ടാണ് നമുക്ക് അമ്മീറ്ററിനകത്ത് കാണാൻ സാധിക്കുക. കറണ്ട് മെഷറിംഗ് ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അതും എൻ്റെ മക്കൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചു വയ്ക്കുക. റൈറ്റ്, ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടിയിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് എ? എ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം ഒരു അന്തസ്സുള്ള ചോദ്യമാണ്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു അന്തസ്സുള്ള ചോദ്യമാണ്. എ എന്ന് പറയുന്ന 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യെസ്, ഇറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. പാരലലാണ്, സമാന്തരമായിട്ടാണ് പ്രതിരോധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. പാരലലായിട്ടാണ് റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയണം കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. വൈദ്യുതി ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് തുല്യമായിരിക്കും. ഇത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ഓം പ്രതിരോധത്തിലൂടെയുള്ള കറണ്ടാണ്, 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. നോക്കണം, വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ റെസിസ്റ്റൻസ് എ? അഥവാ എ എന്ന് പറയുന്ന പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുതി കണ്ടുപിടിക്കുക. സോ അവിടെ കറണ്ട് വ്യത്യാസമാണ്. 3 ഓമിലൂടെയുള്ള ഒഴുകുന്ന കറണ്ട് അല്ല 6 ഓമിലൂടെ ഒഴുകുന്നത്. 2 പ്രതിരോധങ്ങളിലൂടെയും വ്യത്യസ്തമായ കറണ്ടാണ് ഒഴുകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇതൊരു പാരലൽ കോമ്പിനേഷനാണ്, സമാന്തര രീതിയിലാണ് പ്രതിരോധങ്ങൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതേ ഇക്വേഷനാണ് I = V/R. വോൾട്ടേജ് എത്രയാണ് മക്കളെ? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 ആണ്, മാറ്റമില്ല. 12 / R റെസിസ്റ്റൻസ്. കറണ്ട് വ്യത്യസ്തമാണ്. സോ അതിനാൽ തന്നെ ആ റെസിസ്റ്റൻസ് വാല്യൂ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല എഴുതേണ്ടത്. അഥവാ 3 മാത്രം എഴുതിയാൽ മതി. 12/3 that is 4 ആംപിയർ. ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ.
ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. സോ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ അവിടെ കറണ്ട് തുല്യമാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആണ്, സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ് മക്കളെ? ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ആ പ്രതിരോധത്തിൻ്റെ മാത്രം വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ അമ്മീറ്റർ റീഡിംഗ്? അമ്മീറ്റർ റീഡിംഗ് എന്താണ്? ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അമ്മീറ്റർ റീഡിംഗ് എത്രയാണെന്ന ചോദ്യം. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അമ്മീറ്റർ ഉപയോഗിക്കുക, അഥവാ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അമ്മീറ്റർ ഉപയോഗിക്കുക. ശരിയല്ലേ? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത് തന്നെയാണ്? ഇതേ കാര്യം തന്നെയാണ്. I=V/R തന്നെയാണ് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഓംസ് ലോ. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലടാ. എന്താണ് മക്കളെ ടോട്ടൽ റെസിസ്റ്റൻസ് അഥവാ ആർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക? രണ്ടും പാരലലി കണക്ട് ചെയ്താൽ എന്തായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്? രണ്ടും പാരലലി ഘടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്? നമുക്കറിയാം R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 എത്രയാണ് മക്കളെ? R1 എന്ന് പറഞ്ഞാൽ 3 ആണ്, R2 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 3 × 6 ഡിവൈഡഡ് ബൈ 3 + 6. 3 × 6 എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 2 ഓം എന്ന് കിട്ടും. സോ എത്രയാണ് മക്കളെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? 2 ഓം ആണ്. സോ കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് 12 ആണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ആണ്. സോ ആൻസർ എത്ര വരും? 6 ആംപിയർ. സോ ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മീറ്ററിൽ കാണിക്കുന്ന കറണ്ട് എത്രയാണ്? അമ്മീറ്ററിൻ്റെ റീഡിംഗ് എത്രയാണ് മക്കളെ? അത് 6 ആംപിയർ ആണ്, 6 ആംപിയർ ആണ്. മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. ക്ലിഞ്ചറായിട്ട് മനസ്സിലായില്ലേ? സോ ഒരു തവണ കൂടി ഞാൻ പറഞ്ഞു തരാം. അഥവാ ഒരു പ്രതിരോധത്തിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ V/R തന്നെയാണ്. പക്ഷേ ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആയതിനാൽ, സമാന്തരമായതിനാൽ ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാത്രം എടുത്ത് എഴുതുക. പിന്നെ അമ്മീറ്റർ റീഡിങ്ങിൽ ടോട്ടൽ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനാൽ തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. കാര്യം വ്യക്തമായി മനസ്സിലായില്ല? ഒരു തരി സംശയമില്ലല്ലോടാ. അടുത്തത് ദർ ഇസ് എ സി ക്വസ്റ്റ്യൻ. How should the resistance be arranged to reduce the ammeter reading? അമ്മീറ്റർ റീഡിംഗ് കുറയ്ക്കാൻ ഏതു തരത്തിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കണം? അമ്മീറ്റർ റീഡിംഗ് കുറയ്ക്കാൻ ഏതു തരത്തിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അമ്മീറ്റർ റീഡിംഗ് കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറയ്ക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കൂടണം. ശരിയല്ലേ? കറണ്ട് അമ്മീറ്റർ റീഡിംഗ് കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറയ്ക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കൂടണം, പ്രതിരോധം കൂടണം. ഏത് രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിച്ചാലാണ് സഫല പ്രതിരോധം കൂടുക? ഏത് രീതിയിൽ റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്താലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുക? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. അത് സീരീസ് കോമ്പിനേഷൻ ആണ്, ശ്രേണി രീതിയാണ്. ദാറ്റ്സ് ഇറ്റ്. സോ സീരീസ് കോമ്പിനേഷനിൽ വേണം നിങ്ങൾ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ, എങ്കിൽ മാത്രമേ അമ്മീറ്റർ റീഡിംഗ് കുറയത്തുള്ളൂ. കാരണം സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും, അപ്പോൾ കറണ്ട് കുറയും, അപ്പോൾ അമ്മീറ്റർ റീഡിംഗ് കുറയും. അന്തസ്സായിട്ട് മനസ്സിലായില്ലടാ മക്കളെ? ക്ലിഞ്ചറായിട്ട് മനസ്സിലായില്ലടാ? റൈറ്റ്. എല്ലാവർക്കും ഈ 2 ചോദ്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു തവണ അല്ലെങ്കിൽ മാക്സിമം 2-3 തവണ ഓരോ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തു. എങ്കിലും മനസ്സിലാവാത്തവരാണെങ്കിൽ പിന്നെയും പിന്നെയും ഈ വീഡിയോസ് കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഉറപ്പായും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അടുത്തടുത്ത നമ്മുടെ എപ്പിസോഡിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എനിക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്കൊരു കുട്ടി അയച്ചു തന്നൊരു ചോദ്യമുണ്ട്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓറിയൻറ്റഡ് ആയ ചോദ്യം. അത് ഉറപ്പായും അടുത്ത എപ്പിസോഡിലുണ്ടാവും. സിമിലർവേ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും. സിമിലർവേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പറയുന്ന പക്കാ ഫിസിക്സിനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളിടുന്ന കമൻറ്റുകളിലാണ് അടുത്ത എപ്പിസോഡ് എപ്പോൾ വേണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുക. ഉടനെ വേണമെങ്കിൽ അത്രയും ഗംഭീരമായ കമൻറ്റുകൾ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ സീരീസ് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം വിശദമായി തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് യൂസ്ഫുൾ ആണ് സാർ എന്നതിനപ്പുറം നിങ്ങളുടെ വിശദമായ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക മക്കളെ. എന്തായാലും ഫിസിക്സ് നമ്മൾ ഗംഭീരമാക്കിയിരിക്കും, ക്ലിഞ്ചറാക്കിയിരിക്കും, പക്കയാക്കിയിരിക്കും. റൈറ്റ്. സോ ലവ് യു ഗൈസ്. ടാറ്റാ.